ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ബയോളജിയിലെ ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസിൽ, റിവിഷൻ അല്ല ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഒരു ചാപ്റ്റർ കുറച്ചും കൂടി ഒന്ന് ചുരുക്കിയിട്ടുള്ളൊരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് കംപ്ലീറ്റ് ചാപ്റ്റർ ഒരു 30-25 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ എടുത്ത് തീർക്കുന്നു. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. എന്താണ് കൺട്രോൾ ആൻഡ് വാട്ട് ഈസ് കോർഡിനേഷൻ? എന്താണ് നിയന്ത്രിക്കുക അല്ലേ? കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ക്രോഡീകരിച്ച് നടത്തുക. അപ്പം നമ്മുടെ ബോഡിയിൽ ഓരോരോ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്, ഏത് ഓർഗനാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നമ്മുടെ കൈ അനക്കുന്നു, കാലനക്കുന്നു, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്, നമ്മുടെ കൺട്രോളോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാളുടെ കൈ ഇങ്ങനെ അയാളുടെ കൺട്രോൾ ഇല്ലാതെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അസുഖങ്ങളാണ് അല്ലേ? അതായത് നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെ കൈയൊന്നും അനങ്ങാറില്ലല്ലോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നമുക്ക് ചെയ്യാം അല്ലേ? നമ്മുടെ വോളണ്ടറി ആക്ഷൻസ് എല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആരാണ്, ഏത് ഓർഗനാണ് നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നതെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ടേംസ് അല്ലെങ്കിൽ വേർഡ്സ് അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റിമുലസ്? സ്റ്റിമുലൈ എന്നൊക്കെ പറയുന്നത് സ്റ്റിമുലസ് എന്ന് പറയും. സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂറലാണ്. സോ നോക്കിക്കേ, എനിത്തിങ് ദാറ്റ് ക്യാരി എ റിയാക്ഷൻ ഓർ ചേഞ്ച് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന എന്തൊരു സംഭവത്തിനെയും നമുക്ക് സ്റ്റിമുലസ് എന്ന് പറയാം. ഒരു ഓർഗാനിസത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന എന്ത് സാധനത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റിമുലസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, an animal is cold so it moves into the sun. അതായത് ഒരു അനിമലിന്, ഒരു ജീവിക്ക് വളരെ തണുപ്പാണ്. അപ്പം നോക്കി, അവിടുത്തെ സ്റ്റിമുലസ് എന്താണ്? കോൾഡ് ആണ്, തണുപ്പാണ്. ആ തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് ആ ആനിമൽ എങ്ങോട്ട് പോകുന്നു? സണ്ണിൻ്റെ അടുക്ക് എന്തിനാണ് പോകുന്നത്? ചൂടിന് വേണ്ടി. അപ്പോൾ അവിടുത്തെ സ്റ്റിമുലൈ എന്താണ്? ഹോട്ടാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, ഗെറ്റിംഗ് എ ഡ്രിങ്ക് വെൻ യു ആർ തേഴ്സ്റ്റി. നിങ്ങൾ ദാഹിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുന്നു. നമുക്ക് ദാഹിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ അറിയുന്നു അല്ലേ? അതെന്താണ്? ഒരു സ്റ്റിമുലിയാണ്. ദാഹിച്ചിരിക്കുന്നു, വെള്ളം കുടിക്കണം എന്നുള്ളത് എന്താണ്? ഒരു സ്റ്റിമുലിയാണ്. അങ്ങനെ ഒരു ഓർഗാനിസത്തിന് അവരുടെ ബോഡിയിൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തുന്ന, ആ ചേഞ്ചിന് കാരണമാവുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റിമുലസ് എന്ന് പറയാം. അപ്പൊ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇമ്പൾസ് ആണ്. എന്താണ് ഇമ്പൾസ് എന്ന് നോക്കാൻ പോവാണ്. ആക്ച്വലി ഇമ്പൾസ് നമ്മൾ ന്യൂറോൺ ഒക്കെ പഠിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇമ്പൾസ് നോക്കാം. ദി നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ മെസ്സേജ് നമ്മുടെ ന്യൂറോണിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നെർവ് സെല്ലിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക്കൽ മെസ്സേജിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് നെർവ് സെല്ലിനെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും എന്താണ് ഇമ്പൾസ് എന്നുള്ളത്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. നെർവ് സെല്ലിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക്കൽ മെസ്സേജിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക്കൽ മെസ്സേജിനെയാണ് നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഈ നെർവ് ഇമ്പൾസ് എന്ത് ചെയ്യും? ഓരോ നെർവ് എൻഡ് ചെയ്യുന്ന പോയിന്റിൽ വെച്ച് വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്യും. കാരണം എൻഡ് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ ആ മെസ്സേജ് എവിടെ എത്തത്തില്ല? ബ്രെയിനിൽ എത്തത്തില്ല. ആ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ അടുത്ത ഇമ്പൾസ് ഉണ്ടായാലേ ആ മെസ്സേജ് അടുത്ത നെർവ് സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ആവത്തുള്ളൂ, എങ്കിലേ ബ്രെയിൻ വരെ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു മെസ്സേജ് എത്തത്തുള്ളൂ. സോ അതുകൊണ്ട് ഈ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? ഓരോ ആക്സോണിൻ്റെ എൻഡ് പോയിന്റിൽ എത്തുമ്പോഴും റീജനറേറ്റ് ചെയ്യുന്നു. സ്പീഡൊന്നും നമുക്ക് വേണ്ട. സോ ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ രണ്ട് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറച്ച് വേർഡ്സ് ഒന്ന് നോക്കാം. സ്റ്റിമുലസ്, ഇമ്പൾസ്, ന്യൂറോൺ, ബ്രെയിൻ, സെൻസ് ഓർഗൻസ്. ഇതിൽ സ്റ്റിമുലസ് എന്ന് പറയുന്ന വേർഡും ഇമ്പൾസ് എന്ന് പറയുന്ന വേർഡും ന്യൂറോണും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ബ്രെയിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഓൾറെഡി നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് കേൾക്കുന്നതാണ്.
ബ്രെയിൻ എന്ന് പറയുന്നത്. സോ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്, റിയാക്ഷൻ നടക്കാന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്നെ ആരെങ്കിലും അടിച്ചു, അപ്പം ഞാൻ എന്ത് ചെയ്യും, തിരിച്ചടിക്കും, അല്ലെങ്കിൽ അയാളുടെ കൈ പിടിച്ച് മാറ്റും. അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്നെ എന്ത് ചെയ്തു, അടിച്ചു. അപ്പൊ അടിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റിമുലസ് ആണ്. അടിക്കുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ അത് കൊണ്ടുകഴിഞ്ഞാൽ അതെനിക്ക് വേദനിക്കും. അപ്പൊ അതൊരു സ്റ്റിമുലസ് ആണ്. ഇനി ഇമ്പൾസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവ് സെല്ലിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക്കൽ മെസ്സേജിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു നെർവ് സെല്ലാണ്. ബ്രെയിൻ നമുക്കറിയാം നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ ബോഡിയിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ആര് മെസ്സേജ് തരണം, ബ്രെയിൻ മെസ്സേജ് തരണം. ബ്രെയിൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഇനി ലാസ്റ്റ് വൺ ആണ് സെൻസ് ഓർഗൻസ്. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. സെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചറിയുക അല്ലേ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓർഗൻസ് അഥവാ അവയവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഏതൊക്കെയാണ്, നമ്മുടെ കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക്. ഏതൊക്കെ ഇംഗ്ലീഷ്? ഐ, ടങ്, നോസ്, ഇയർ ആൻഡ് സ്കിൻ. ഇത് ഇത്രയാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റം നോക്കാം. നെർവസ് സിസ്റ്റത്തിനകത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റവുമാണ് വരുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവുമാണ് വരുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ബ്രെയിനും സ്പൈനൽ കോഡും നമുക്ക് മെസ്സേജ് തന്ന് നമ്മുടെ ഓരോ ഫങ്ഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രെയിനും സ്പൈനൽ കോഡും. സ്പൈനൽ കോഡ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ക്രേനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ്, പിന്നെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്നും ഉണ്ടാവുന്ന നെർവ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അത് ഒരു 12 പെയർസ് ആണ് ഉള്ളത്. ദെൻ സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൽ നിന്നുണ്ടായിട്ടുള്ള നെർവ്സിനെയാണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. 31 പെയർസ് ആണ് സ്പൈനൽ നെർവ്സ്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റ് ടു ഫ്ലൈറ്റ്, അതായത് നമ്മുടെ ഈ പെട്ടെന്ന് പ്രതികരിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻസിൽ നമ്മളെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്ന് പറയും. അപ്പോൾ നെർവസ് സിസ്റ്റം ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നോക്കിക്കേ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും വരുന്നുണ്ട്, സൊമാറ്റിക് നെർവസ് സിസ്റ്റവും വരുന്നുണ്ട്. ഇതിൽ ഓട്ടോണോമസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓട്ടോണോമസിൽ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. നമുക്ക് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നോക്കാം. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന വേർഡാണ്. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ റിസീവ് ചെയ്യുന്നത് അതിനെയാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടിച്ചു, ആ പെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്. ആ അടി എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്തു. അതാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി 5 റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഫോണോ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, തെർമോ റിസപ്റ്റേഴ്സ്, ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്. ഫോണോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേൾക്കാനായിട്ട്, അതായത് നമ്മൾ ചെവിയിൽ ഓരോ സൗണ്ട് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിസപ്റ്റേഴ്സ് ആണ് ഫോണോ റിസപ്റ്റേഴ്സ്. അത് ആ ഒരു പുറത്തുനിന്ന് വരുന്ന ആ ഒരു സൗണ്ടിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്ററാണ് ഫോണോ റിസപ്റ്റേഴ്സ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് റിസീവ് ചെയ്യുന്നതിനെയാണ് ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഓൾഫാക്ടറി എന്ന് പറയുന്നത് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത്. തെർമോ നമ്മുടെ സ്കിന്നിൽ വരുന്നതാണ്, ടച്ച്, അതുപോലെ തന്നെ ഈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഫീൽ ആണെങ്കിലും തെർമോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഗസ്റ്റേറ്ററി റിസപ്റ്റർ എന്ന് പറയുന്നത് ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. എന്തിനു വേണ്ടിയാണ് ഈ സെല്ല്? ദാറ്റ് process and transmit information through electrical and chemical signals. ഇൻഫർമേഷനെ ഇലക്ട്രിക്കലും കെമിക്കൽ സിഗ്നലുകളുമാക്കി എവിടെ എത്തിക്കുന്നു? ബ്രെയിനിൽ എത്തിക്കുന്നു. ഇവിടെ ഈ നോട്ടിൽ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ. എ ന്യൂറോൺ ഇസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ. ഇവിടെയാണ് സെല്ല് വരുന്നത്. ഇവിടെയല്ല കേട്ടോ. ഈ സെല്ല് കട്ട് ചെയ്ത് കളയാം.
ഇവിടെയാണ് സെൽ വരുന്നത്. എ ന്യൂറോൺ ഈസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻ ദ നെർവസ് സിസ്റ്റം ദാറ്റ് പ്രോസസ്സസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ത്രൂ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് കെമിക്കൽ സിഗ്നൽസ് ടു ദി ബ്രെയിൻ. ഇങ്ങനെയാണ് നമ്മുടെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഒരു ന്യൂറോൺ സെൽ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിമുലസ് റിസെപ്റ്റർ ഒക്കെ. ആ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ കെമിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റി എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ഒരു ന്യൂറോൺ ചെയ്യുന്നത്. തിരിച്ച് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഏതാണോ അഫക്റ്റഡ് ഏരിയ ആ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതാണ് ഒരു ന്യൂറോൺ സെല്ലിന്റെ ഡ്യൂട്ടി. Then നമുക്ക് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ നോക്കാം. ന്യൂറോണിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ബ്രാഞ്ചസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. എന്താണ്? ഡെൻഡ്രൈറ്റ്. ഈ യെല്ലോ കളറിലെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതാണ്ട് ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്ന ഈ ബോഡിയാണ് വിളിക്കുന്നത് സെൽ ബോഡി. ഇതെന്താണ്? സെൽ ബോഡി അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയും. സെൽ ബോഡി അഥവാ സൈറ്റോപ്ലാസം. ആൻഡ് ഇതാണ് ന്യൂക്ലിയസ്. ഇതെന്താണ്? ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ സെൽ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. ഇലോങ്ങേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് നീണ്ടു പോകുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേര്, ആ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറിനെ, ഈ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ഈ ആക്സോണിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു മെമ്പറൈൻ ആണ് അല്ലെങ്കിൽ ഒരു ഷീത്താണ് മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് മേക്ക് ചെയ്തിരിക്കുന്ന സെല്ലാണ് ഷ്വാൻ സെൽസ്. ആ മൈലിൻ ഷീത്തിനകത്ത് കാണുന്ന ആ ഡോട്ട്സ് കണ്ടോ, അതാണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു മൈലിൻ ഷീത്ത് മാത്രമേ പഠിക്കാനുള്ളൂ, ഷ്വാൻ സെല്ലൊന്നും ഇല്ല. ഇനി ഇതിനകത്ത് നോഡ് ഓഫ് റാൻവീർ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. സോ ജസ്റ്റ് നോക്കിക്കോ, നോഡ് ഓഫ് റാൻവീർ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് കാണപ്പെടുന്ന ആക്സോണിന്റെ തന്നെ ആ ബോഡിയാണ്. കണ്ടോ, ഈ നോഡ്സിനെയാണ് ഇതിനെയാണ് നോഡ് ഓഫ് റാൻവീർ എന്ന് പറയുന്നത്. ദെൻ ഈ ആക്സോൺ എൻഡ് ചെയ്തിട്ട് ഈ ആക്സോണുകൾ വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നുണ്ട്. ആ ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്ന അതിന്റെ ഏറ്റവും ടിപ്പിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ ആക്സോൺ ടെർമിനൽ എന്ന് പറയും. ഈ ബ്രാഞ്ചസിന് നമ്മൾ ആക്സോണൈറ്റ് എന്നാണ് പറയുന്നത്. ആക്സോണൈറ്റും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. പിന്നെ പറയുന്നത് ആക്സോൺ ടെർമിനൽ ആണ്, ആക്സോൺ എൻഡ് ആണ് പറയുന്നത്. സോ ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് ഡെൻഡ്രൈറ്റ്, അതുപോലെ തന്നെ സെൽ ബോഡി, ന്യൂക്ലിയസ്, ആക്സോൺ ടെർമിനൽ, മൈലിൻ ഷീത്ത്, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ള. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ ബോഡിയുടെ ബ്രാഞ്ച് ലൈക്ക് എക്സ്റ്റൻഷൻ ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ദെൻ സെൽ ബോഡി, ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിനെയാണ് സെൽ ബോഡി. നമ്മുടെ ന്യൂറോൺ സെല്ലിന്റെ സൈറ്റോപ്ലാസം ആണ് സെൽ ബോഡി. ദെൻ അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ആ സെൽ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് ആക്സോൺ. ആക്സോണിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഷീത്താണ് മൈലിൻ ഷീത്ത്. ആൻഡ് ആ മൈലിൻ ഷീത്തിനകത്ത് കാണപ്പെടുന്ന സെല്ലുകളാണ് ഷ്വാൻ സെല്ല്. ഈ ആക്സോൺ എൻഡ് ചെയ്യുന്നിടത്ത് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ആ ബ്രാഞ്ചസിനെ നമ്മൾ ആക്സോണൈറ്റ് എന്ന് വിളിക്കും. അതിന്റെ ഏറ്റവും എഡ്ജ് ഭാഗത്തിനെ അല്ലെങ്കിൽ എൻഡ് ഭാഗത്തിനെ ആക്സോൺ ടെർമിനൽ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? സ്ട്രക്ചർ മസ്റ്റ് ആയിട്ടും വരയ്ക്കാനും അടയാളപ്പെടുത്താനും പഠിക്കണം. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഡെൻഡ്രൈറ്റ് മാർക്ക് ചെയ്യണം, സെൽ ബോഡി മാർക്ക് ചെയ്യണം, ന്യൂക്ലിയസ് മാർക്ക് ചെയ്യണം, ആക്സോൺ മാർക്ക് ചെയ്യണം, മൈലിൻ ഷീത്ത് മാർക്ക് ചെയ്യണം, ദെൻ ആക്സോൺ ടെർമിനൽ മാർക്ക് ചെയ്യണം. ബാക്കിയൊന്നും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ? ന്യൂറോ ട്രാൻസ്മിറ്റർ, ആ വേർഡിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ന്യൂറോണിൽ നിന്ന് എന്തോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ന്യൂറോണിനകത്ത് എന്താ ഉള്ളത്? ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആക്ട് ആസ് എ മീഡിയേറ്റർ for the transmission of nerve impulse from one neuron to another neuron through a synapse. സിനാപ്സ് എന്താന്നുള്ളത് നമുക്ക് പഠിക്കാം.
അതിന് മുന്നേ ആയിട്ട് ഒരു ന്യൂറോൺ, ഇപ്പൊ നമ്മൾ ന്യൂറോൺ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോൺ സെല്ലിൽ കൂടെ ഒരു ഇമ്പൾസ് വന്നിട്ട് അത് എൻഡ് ചെയ്തിട്ട് അവിടെ വെച്ചങ്ങ് തീരുകയാണോ? അല്ല, ഇത് ബ്രെയിനിൽ എത്തണം. അപ്പൊ ഇതിൽ ബ്രെയിനിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു ആക്സോൺ ടെർമിനൽ എത്തി എൻഡ് ചെയ്യുന്ന ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വീണ്ടും റീജനറേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി ഇമ്പൾസ് പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഒരു ആക്സോൺ ടെർമിനൽ എത്തുമ്പോൾ അത് അവിടെ വെച്ചിട്ട് വീണ്ടും റീജനറേറ്റ് ചെയ്തിട്ട് അടുത്ത സെല്ലിന്റെ, അടുത്ത ന്യൂറോൺ സെല്ലിന്റെ അല്ലെങ്കിൽ നെർവ് സെല്ലിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പുതിയൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൂടെ കടന്നു പോവാൻ സഹായിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയേറ്റർ ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഒരു മീഡിയേറ്റർ ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ആ ആക്സോൺ എൻഡിൽ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അസറ്റൈൽ കൊളിൻ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഉണ്ടത് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് നോക്കിയത് വായിച്ചാൽ മതി. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ആക്ട് ആസ് എ മീഡിയേറ്റർ. എന്തിന്റെ മീഡിയേറ്റർ ആയിട്ട്? നമ്മുടെ നെർവ് ഇമ്പൾസിനെ ഒരു ന്യൂറോണിൽ നിന്നും, അതായത് ഒരു ന്യൂറോണിന്റെ ആക്സോൺ ടെർമിനലിൽ നിന്നും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ത്രൂ സിനാപ്സ്. അപ്പൊ നേരത്തെ നമ്മൾ സിനാപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററിനകത്ത് ഒരു സിനാപ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ നെർവ് ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത നെർവിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സിനാപ്സ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ ആണ്. എന്ത് തമ്മിലുള്ള ജംഗ്ഷൻ നോക്കിക്കേ? ബിറ്റ്വീൻ ദി ആക്സോൺ ടിപ്പ് ഓഫ് ദി സെൻഡിങ് ന്യൂറോൺ. സെൻഡിങ് ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ന്യൂറോണിൽ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്സോൺ ടെർമിനലിൽ എത്തിയത്, ആ ന്യൂറോണിനെയാണ് സെൻഡിങ് ന്യൂറോൺ എന്ന് പറയുന്നത്. ആൻഡ് ടു ദി റിസീവിങ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക്, അതായത് ഒരു ന്യൂറോണിന്റെ എൻഡായിട്ടുള്ള ആക്സോൺ ടെർമിനലിനും അതുപോലെ തന്നെ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനും ഇടയ്ക്കുള്ള ആ ഒരു ജംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിനെ, ഈ രണ്ട് ന്യൂറോണുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ സിനാപ്റ്റിക് ഗ്യാപ്പ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. അപ്പോൾ രണ്ട് ന്യൂറോണുകളുടെ ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ആ ഗ്യാപ്പിനെ സിനാപ്റ്റിക് ഗ്യാപ്പ് ഓർ ക്ലെഫ്റ്റ് എന്ന് പറയും. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ്. ഇതാണ്ടേ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് സിനാപ്റ്റിക് ഗ്യാപ്പ് അഥവാ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. സിനാപ്സിന്റെ ഒരു പിക്ചർ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിനാപ്സ് എന്ന് പറയും കംപ്ലീറ്റ്ലി. ആൻഡ് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അഥവാ സിനാപ്റ്റിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ വന്നിട്ട്, അതായത് ഈ ഒരു ആക്സോൺ ടെർമിനലിൽ വന്നിട്ട് ഒരു നെർവ് ഇമ്പൾസ് എന്ത് ചെയ്യും? ഇവിടെ എൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും അത് റീജനറേറ്റ് ചെയ്യും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സഹായം വഴി അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് അതെന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ഓക്കെ. അപ്പൊ ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ് അടുത്ത പഠിക്കാനുള്ളത്. നമുക്ക് 3 ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സെൻസറി ന്യൂറോൺ, ഒന്ന് മോട്ടോർ ന്യൂറോൺ, then വരുന്നത് റിലേ ന്യൂറോൺ ആണ്. ഇത് എന്താണെന്നുള്ളത് ഓരോന്നും നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. പിന്നെ ഇത് ഈ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റിമുലസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നതെന്നുള്ളതാണ്. ഇതും നമ്മൾ വിശദമായി പഠിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് റിലേ ന്യൂറോൺ. ഈ 3 ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ് പഠിക്കാൻ പോകുന്നത്. സോ സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു സ്റ്റിമുലസ് ഉണ്ടാവുന്നത്. ഒരു സ്റ്റിമുലസ് ഉണ്ടായി അത് റിസീവ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എത്തിക്കുന്ന ന്യൂറോണിനെയാണ് സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. അത് സെൻസ് ചെയ്ത് അത് ബ്രെയിനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ന്യൂറോൺ ആണ് സെൻസറി ന്യൂറോൺ. ഇനി
മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിൽ എത്തിയിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും, അവിടുന്ന് ഒരു സിഗ്നൽ തരും. ചുമ്മാ ബ്രെയിനിൽ ഒരു സിഗ്നൽ എത്തിയിട്ട് കാര്യമില്ല, ബ്രെയിൻ അത് തിരിച്ചറിയണം എന്താണെന്നുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫയർ സ്റ്റിക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ കൊണ്ടുവച്ചേക്കാണ്. അപ്പൊ നമുക്ക് എന്തോ പറ്റുന്നത്, പൊള്ളും, നമ്മൾ കൈ വലിക്കും. അപ്പോ അവിടെ നമുക്ക് പൊള്ളി എന്നുള്ള ഒരു സിഗ്നൽ തരുന്നത്, അത് ഫയർ ആണ്, നമുക്ക് പൊള്ളും എന്നുള്ള ഒരു സിഗ്നൽ തരുന്നത് ബ്രെയിൻ ആണ്. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു സിഗ്നൽ തിരിച്ച് കൈയിലേക്ക് തരുമ്പോഴാണ് നമ്മൾ ആ കൈ വലിക്കുക. ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സിൽ നടക്കുന്നതാണ്, അല്ലാതെ കുറേ ടൈം എടുത്തിട്ടല്ല. കുറേ ടൈം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ കത്തിപ്പോവും. സോ അങ്ങനെ ബ്രെയിനിൽ നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസ് തിരിച്ച് നമ്മുടെ ആ ഒരു അഫക്റ്റഡ് ഏരിയയിൽ കൊണ്ടുവരുന്നതാണ് മോട്ടോർ ന്യൂറോൺ. ക്ലിയർ ആണല്ലോ? ഉണ്ടാവുന്ന ഇമ്പൾസിനെ ബ്രെയിനിൽ എത്തിക്കുന്നത് സെൻസറി ന്യൂറോണും, ദെൻ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെസ്സേജിനെ തിരിച്ച് നമ്മുടെ അഫക്റ്റഡ് ഏരിയയിൽ കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോണും. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് റിലേ ന്യൂറോണുമാണ്. റിലേ ന്യൂറോൺ അഥവാ ഇന്റർ ന്യൂറോൺ എന്നറിയപ്പെടുന്ന ഈ ന്യൂറോൺ ആണ് സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ അടുത്ത് നമുക്ക് ബ്രെയിൻ ആണ്, ബ്രെയിനിന്റെ ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കുറേ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടൽ ലോബ്, പെരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ബ്രെയിൻ സ്റ്റെം, ഒക്കുപേറ്റൽ ലോബ്, സെറിബെല്ലം എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ആകെ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ബ്രെയിനുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്ന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനേ ഉള്ളൂ. അല്ലാതെ ഇത്രയും ലോബുകളും കാര്യങ്ങളും ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഈ ഒരു പിക്ചർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇതിനകത്ത്. അപ്പൊ ബ്രെയിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന 3 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മിഡ് ബ്രെയിൻ പഠിക്കാനില്ല. ഫോർ ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഫോർ ബ്രെയിനിൽ ഉള്ള പാർട്സ് ആണ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. എന്തൊക്കെയാണ്? സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന 3 പാർട്സ് ആണ് ഫോർ ബ്രെയിനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ നമുക്ക് നോക്കാം. സെറിബ്രം ആണെങ്കിൽ ബ്രെയിനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, സെറിബ്രം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ ഫ്രണ്ട് പോർഷനിൽ കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം ആണ് നമ്മുടെ സെൻസറി പ്രോസസ്സിങ്, അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫീൽ അറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടറി ആക്ഷൻസ്, നമുക്ക് നമ്മുടെ ഐച്ഛികമായിട്ട് നമ്മുടെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എന്ത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്നത് എവിടെയാണ്? സെറിബ്രത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷൻ, ക്രിയേഷൻ, തിങ്കിങ്, ഫീലിങ്സ് ഇതെല്ലാം എവിടെയാണ്? സെറിബ്രത്തിലാണ്, അല്ലെങ്കിൽ സെറിബ്രമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിലേക്ക് വരുന്ന സെൻസറി ആയിട്ടുള്ള പ്രോസസ്സിനെ ഒന്ന് റിലേ ചെയ്യുക, അല്ലെങ്കിൽ സെറിബ്രത്തിൽ എത്തിക്കുന്ന ഒരു റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് തലാമസിന്റെ ഫങ്ഷൻ. ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് നമ്മളെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള തേഴ്സ്റ്റ്, ഹങ്കർ, പിന്നെ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കൂടാതെ ഹോർമോണൽ ബാലൻസ്, ഹോർമോൺ പ്രൊഡക്ഷൻ, നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ്റെ ബാലൻസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഹൈപ്പോ തലാമസിൻ്റെ ഫങ്ഷൻ. എന്തൊക്കെയാണ്? തേഴ്സ്റ്റ്, ഹങ്കർ, പിന്നെ ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹോർമോണൽ ആക്ഷൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഹൈപ്പോ തലാമസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിലും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോട്ട് അധികം കൊടുക്കാത്തത്. ദെൻ ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനിൽ വരുന്നതാണ് സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല്ല. സെറിബെല്ലം എന്ന് പറയുന്നത് ദാണ്ട് സെറിബ്രം കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ചെറിയ റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്, സെറിബെല്ലം എന്ന് പറയുന്നത്. സോറി, ആ റീജിയൻ അല്ല, ഈ റീജിയൻ ഇവിടെ വരും. ഈ റീജിയനെയാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ താഴെ തന്നെ വരുന്നതാണ് പോൺസും, ഈ സ്റ്റെം ആണ് മെഡുല്ല എന്ന് പറയുന്നത്. സോ ഇതിൽ പോൺസ് നമുക്ക് വ്യക്തമായി ഒന്നും കൊടുത്തിട്ടില്ല പഠിക്കാനായിട്ട്. സെറിബെല്ലം കൊടുത്തിട്ടുണ്ട്. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ വോളണ്ടറി ആക്ഷൻസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടത്തുക എന്നുള്ള ജോലിയാണ് സെറിബെല്ലത്തിന്.
മെഡുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻവോളണ്ടറി ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ. ഏതെല്ലാം ഇൻവോളണ്ടറി ആക്ഷൻസ്? ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ബാക്കിയുള്ള എല്ലാ നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽ ആക്ഷൻസ്, then അതുപോലെ തന്നെ മസിൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി മസിൽസിന്റെ ആക്ഷൻസ് ആണ് ഹാർട്ട് മസിൽസ് അങ്ങനെയുള്ള. അപ്പോൾ എല്ലാ ഇൻവോളണ്ടറി, അതായത് നമ്മുടെ ബോഡിക്കുള്ളിലുള്ള ഓർഗൻസിന്റെ എല്ലാ ആക്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത് മെഡുല്ലയാണ്. ഇത്രയാണ് ബ്രെയിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ ഇനി നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് പഠിക്കാനുള്ളത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡുകളെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ കുറേ ഫങ്ഷൻസിന് കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺസിനെ അറിയപ്പെടുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നാണ്. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നാണ് ഹോർമോൺസിനെ അറിയപ്പെടുന്നത്. അതായത് ഒരു ഹോർമോൺ റിലീസ് ചെയ്ത് ഈ ഹോർമോൺ ആണ് ഒരു ഫങ്ഷൻ നടക്കേണ്ട സ്ഥലത്ത് ചെന്നിട്ട് ഈ ഫങ്ഷൻ ഇപ്പോൾ ഇവിടെ ചെയ്യണം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന ജോലിയാണ് ഹോർമോൺസിനുള്ളത്. സോ അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ഹോർമോൺസ് ആണുള്ളത്, അതൊക്കെ എന്തൊക്കെ ഫങ്ഷനാണ് സഹായിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ഹൈപ്പോതലാമസ് നോക്കാം. ഹൈപ്പോതലാമസ് ഓൾറെഡി പറഞ്ഞു, ടോട്ടലി എല്ലാ ഹോർമോൺസിൻ്റെയും ഒരു ബാലൻസിങ് അല്ലെങ്കിൽ കോർഡിനേഷൻ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ് ബ്രെയിനിലെ. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് റിലീസിങ് ഹോർമോൺ. റിലീസിങ് ഹോർമോൺ, ഈ റിലീസിങ് ഹോർമോണിന്റെ ഫങ്ഷൻ ആണ് സ്റ്റിമുലേറ്റ് പിറ്റ്യൂട്ടറി ആക്ടിവിറ്റി. പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഈ റിലീസിങ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പിറ്റ്യൂട്ടറിക്കകത്തു നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹോർമോൺസിന്റെയും സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ, എല്ലാ ഹോർമോൺസും അല്ല, എല്ലാ ഹോർമോൺസിന്റെയും സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെന്ന് അതാത് ഗ്ലാൻഡിൽ മെസ്സേജ് കൊടുത്താൽ മാത്രമേ അതിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ഹോർമോൺസ് ആണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, GH, ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, then വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ. ഇത്രയും ഹോർമോൺസ് ആണ് വരുന്നത്. ഇതിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാവാൻ സഹായിക്കുന്നു. ഗ്രോത്ത് ഹോർമോൺ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പ്രൊലാക്റ്റിൻ ഒക്കെ പറയുന്നത് ഈ മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ സഹായിക്കുന്നതാണ് പ്രൊലാക്റ്റിൻ. വാസോപ്രസിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ വാട്ടർ കൺട്രോളിന് സഹായിക്കുന്നതാണ് വാസോപ്രസിൻ. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി ടൈമിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുണ്ടാവുന്നതാണ് തൈറോയിഡ് ഹോർമോൺസ്. ഇത് റെഗുലേറ്റ് മെറ്റബോളിസം, ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് പ്യൂബർട്ടി. അപ്പോൾ ഇത് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാനും ഗ്രോത്തിനും ബിഹേവിയറിനും അതുപോലെ തന്നെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാനും സഹായിക്കുന്നു. അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ ഗ്ലാൻഡിന് തന്നെ കോർട്ടെക്സും ഉണ്ട് മെഡുല്ലയും ഉണ്ട് കേട്ടോ, 2 പാർട്സ് ഉണ്ട്. അതിൽ കോർട്ടെക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും. റെഗുലേറ്റ് മെറ്റബോളിസം, ബിഹേവിയർ ആൻഡ് സ്ട്രെസ്. മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യാനും സ്ട്രെസ് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ഹോർമോൺസ് സഹായിക്കുന്നത്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇതാണ് നമ്മുടെ ഡയബറ്റിസിന് കൺട്രോൾ ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ഷുഗർ നോക്കിക്കേ, റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്, ബ്ലഡിലുള്ള ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും പണി. ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളും ഗ്ലൂക്കഗോൺ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ആളുമാണ്. ഇനി ഗൊണാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആണ്. അതിൽ ടെസ്റ്റോസ്റ്റിറോൺ വരുന്നുണ്ട്, അത് മെയിൽ ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. പ്രൊജസ്ട്രോൺ ഫീമെയിൽ ഹോർമോൺ ആണ്. ഈസ്ട്രജൻ ഫീമെയിൽ ഹോർമോൺ ആണ്.
റെഗുലേറ്റ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഇമ്മ്യൂണിറ്റി, പിന്നെ വൺ സെറ്റ് ഓഫ് പ്യൂബർട്ടി ആൻഡ് ബിഹേവിയർ. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നു. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, ഗ്രോത്തിന് സഹായിക്കുന്നു, റീപ്രൊഡക്ഷന് സഹായിക്കുന്നു. ഇത്രയാണ് ഹ്യൂമൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കൺട്രോളും കോർഡിനേഷനും ഒക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിൽ എങ്ങനെയായിരിക്കും ഈ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്? ആരായിരിക്കും പ്ലാന്റ്സിൽ ഈ മൂവ്മെന്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും? പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്സിന് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ട്രോപ്പിക് മൂവ്മെന്റ്സ്, അതിനെ നമുക്ക് പ്ലാന്റ് ട്രോപ്പിസംസ് എന്ന് പറയാം. പ്ലാന്റ് ട്രോപ്പിസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ് ഗ്രോത്ത് ഇൻ റെസ്പോൺസ് ടു ഡയറക്ഷണൽ സ്റ്റിമുലി. എവിടെ നിന്നാണോ പ്ലാന്റിന് സ്റ്റിമുലസ് കിട്ടുന്ന ആ ഒരു സ്റ്റിമുലസ് കിട്ടുന്ന റീജിയനിലേക്ക് പ്ലാന്റ് ഗ്രോ ചെയ്യുന്നു. ഇവിടെ കുറച്ച് ട്രോപ്പിസം കൊടുത്തിട്ടുണ്ട്. ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് എവിടെ നിന്നാണോ ലൈറ്റ് അഥവാ സൺലൈറ്റ് കിട്ടുന്നത്, ലൈറ്റ് അല്ല സൺലൈറ്റ് കിട്ടുന്നത്, ആ ഒരു റീജിയനിലേക്കായിരിക്കും അത് വളർന്നു പോകുന്നത്, മുകളിലേക്ക് വളരുന്നത്. ഇപ്പൊ സൈഡ് ചരിഞ്ഞാണ് അതിന് കിട്ടുന്നതെങ്കിൽ അത് സൈഡിലോട്ടായിരിക്കും വളർന്നു പോകുന്നത്. സോ അതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. സൺലൈറ്റിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് ചെടി വളരുന്നതാണ് ഫോട്ടോട്രോപ്പിസം. തിഗ്മോട്രോപ്പിസം, ഗ്രോത്ത് ഇൻ റെസ്പോൺസ് ടു ടച്ച് സ്റ്റിമുലി. ടച്ച് സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ക്ലൈംബേഴ്സിനൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിന് വേണ്ടി വെച്ചു കൊടുക്കത്തില്ലേ, അപ്പോൾ അത് ഒരു ടച്ച് സ്റ്റിമുലിയാണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സപ്പോർട്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് വളർന്നു കയറുന്നത്. അതാണ് തിഗ്മോട്രോപ്പിസം എന്ന് പറയുന്നത്. ദെൻ ജിയോട്രോപ്പിസം അല്ലെങ്കിൽ ഗ്രാവിട്രോപ്പിസം എന്ന് പറയും. ഇത് ഗ്രോത്ത് ഇൻ റെസ്പോൺസ് ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ റെസ്പോൺസിൽ വളരാന്നുള്ളത്. ഗ്രാവിറ്റിയുടെ റെസ്പോൺസിൽ ആരാ വളരുന്നത്? റൂട്ട്സ് ആയിരിക്കും. റൂട്ട്സ് എപ്പോഴും താഴോട്ടല്ലേ വളരുന്നത് ഗ്രാവിറ്റി അനുസരിച്ച്. ദെൻ ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം എന്ന് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് വളരുന്നത്. അത് രണ്ടും റൂട്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് മൂവ്മെന്റ് പ്ലാന്റ്സിന്റെ. അപ്പോൾ പ്ലാന്റ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു, അതായത് എവിടെ നിന്നാണോ അതിന് സ്റ്റിമുലി കിട്ടുന്ന ആ ഒരു റീജിയനിലേക്ക് വളരുന്നു. ദെൻ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. ഈ നാസ്റ്റിക് മൂവ്മെന്റ്സ് എല്ലാ പ്ലാന്റ്സിലും ഇല്ല, ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുള്ള പ്ലാന്റ്സിൽ മാത്രമുള്ളതാണ് ഈ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ ടച്ച് മീ നോട്ട് പ്ലാന്റ്. അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് അതിന്റെ റെസ്പോൺസ് ആയിട്ട് അത് വാടിപ്പോകുന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്ലാന്റ്സിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലീഫ്ലെറ്റിനകത്ത് നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് അതങ്ങ് ഷ്രിങ്ക് ആയി പോകുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും അത് വെള്ളം റീടൈൻ ചെയ്ത് പഴയ പൊസിഷനിലേക്ക് വരുന്നു. ഇതാണ് അവിടെ നടക്കുന്ന മൂവ്മെന്റ്. സോ ഇനി നമുക്ക് പ്ലാന്റ് ഹോർമോൺസ് ആണ്, പ്ലാന്റ്സിന്റെ ഹോർമോണുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ പ്ലാന്റ് ഹോർമോൺ, അതിന്റെ ഫങ്ഷൻ, അതിന് എക്സാമ്പിൾ. അപ്പോൾ ഓക്സിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. ഈ ഓക്സിൻ പ്ലാന്റിന്റെ സെൽ ഗ്രോത്തിനും ഡ്രോപ്പിംഗ് ഓഫ് ഫ്രൂട്ട്സ്, അതായത് മെച്ചുവേർഡ് ആവുന്ന ഫ്രൂട്ട്സ് ഡ്രോപ്പ് ചെയ്യത്തില്ലേ, പൊഴിഞ്ഞു പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ജോലിയാണ് ഓക്സിൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇൻഡോലെസറ്റിക് ആസിഡ് LAA. ദെൻ ഗിബ്രലിൻസ്. ഗിബ്രലിൻസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് സൈസ് ഓഫ് ഫ്രൂട്ട് വലുതാവാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊമോട്ട് ഇലോങ്ങേഷൻ ഗ്രോത്ത്. ഇലോങ്ങേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു പോവാൻ, സ്റ്റെം ആണെങ്കിലും റൂട്ട് ആണെങ്കിലും ഒക്കെ നീണ്ടു വളരാൻ സഹായിക്കുന്നതാണ് ഗിബ്രലിൻസ്. ദെൻ എത്തിലീൻ പ്രൊമോട്ട്സ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, പഴങ്ങൾ പഴുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോൺ. സൈറ്റോകിനിൻസ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ. പ്ലാന്റ്സിൽ സെൽ ഡിവിഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് സൈറ്റോകിനിൻസ്. ദെൻ ആബ്സിസിക് ആസിഡ് പ്രൊമോട്ട്സ് ഡോർമൻസി, ബ്ലോക്സ് ഗ്രോത്ത്. ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ഹോർമോൺ ആണ് ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത്രയും ഹോർമോൺസ് ആണ് പ്ലാന്റ്സിൽ പഠിക്കാനുള്ളത്. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ.